ഡിവിഷണൽ എഞ്ചിനീയറുടെ വസതിയിലും ഓഫീസിലും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 150 കോടി രൂപയുടെ അനധികൃത സ്വത്ത്. 4 ആഡംബര ഫ്ളാറ്റുകൾ, G+3 കൊമേഴ്സ്യൽ കെട്ടിടം, G+5 കൊമേഴ്സ്യൽ കെട്ടിടം, 52.02 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപം, 2.094 കിലോ സ്വർണ്ണാഭരണങ്ങൾ, 3 വാഹനങ്ങൾ, 20 കുപ്പി വിദേശ മദ്യം, നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. ഭാര്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 4 നിർമ്മാണ കമ്പനികൾ വഴി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കോടികളുടെ നിക്ഷേപം. തെലങ്കാനയിലെ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഡിവിഷണൽ എഞ്ചിനീയർ വെങ്കട്ട് രമണയാണ് 150 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നത്. സർവീസ് കാലയളവിൽ അഴിമതിയിലൂടെ വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചെന്ന ഗുരുതര ആരോപണം പ്രതി നേരിടുകയായിരുന്നു. തുടർന്നാണ് വസതി, ഓഫീസ്, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ബിനാമികൾ എന്നിവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഒരേ സമയം പരിശോധന നടത്തിയത്. ACBയുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഔദ്യോഗികമായി മാത്രം 27.65 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ കണ്ടെത്തിയിരുന്നു. ഹൈദരാബാദിൽ ഏകദേശം 20 കോടി രൂപയുടെ നിക്ഷേപത്തിൽ 10 റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് പ്രൊജക്ടുകൾ ഭാര്യയുടെ പേരിലുള്ള കമ്പനികൾ വഴി നിർമ്മിച്ചിരുന്നു. മുൻപ് ഒരു അനുമതി പത്രത്തിനായി 25,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വെങ്കട്ട് രമണ ACBയുടെ കസ്റ്റഡിയിലായിരുന്നു. പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്വത്തുക്കളും നിക്ഷേപങ്ങളും സാമ്പത്തിക ഇടപാടുകളും കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.